പല അംഗങ്ങളും പശുവിനെ കൊണ്ട് തെങ്ങുമ്മ കെട്ടുക പോലും ചെയ്തില്ല. അതിനു മുമ്പ് തന്നെ ഓലയെക്കുറിച്ചാണ് പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. ഈ വിഷയം വ്യവസായവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കൊന്നും അധികം കിടക്കാതെ എല്ലാ ദിവസവും ചില അജണ്ടകളുമായി വന്ന് അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് മാധ്യമ ശ്രദ്ധ നേടുന്ന പ്രത്യേകമായ ഒരു മനോരോഗം ബാധിച്ച ചില ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഇവിടെ എൻ്റെ ബഹുമാന്യ സുഹൃത്ത് ശ്രീ ലത്തീഫ് പറഞ്ഞത് ഇവിടെ ഒന്നും നടക്കുന്നില്ല. ഞങ്ങൾ ഒന്നിച്ച് പങ്കെടുത്തപ്പോൾ മുസ്ലിം ലീഗിൻ്റെ തന്നെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് അദ്ദേഹം, അങ്ങ് കേട്ടതാണ്. ഇപ്പം മാറി വരുന്ന അന്തരീക്ഷത്തെക്കുറിച്ച് നിയമസഭയാകുമ്പോൾ ശ്രീ ലത്തീഫ് അദ്ദേഹത്തിന് ഇങ്ങനെയൊക്കെ പറയേണ്ടി വരും. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടൊരു മൂർച്ച വേണമല്ലോ. പ്രത്യേകിച്ചും ഇപ്പം നിങ്ങളൊന്ന് ജയിച്ച് നിൽക്കണോണ്ട് ഒന്നും കൂടി കടുപ്പിച്ച് പറയണമെന്നൊരു ഇതിലൊക്കെ തോന്നും. ഇവരെ ഞങ്ങളൊന്ന് പ്രത്യേകം വിളിക്കുന്നു, നിങ്ങളെയും വിളിക്കാം. പ്രതിപക്ഷത്തെ ഞങ്ങൾ സംരംഭക സംഗമത്തിൽ പ്രതിപക്ഷ മേധാവിനെ വിളിച്ചാണ്, അദ്ദേഹം വന്നില്ല. അവരെ നമുക്ക് കേൾക്കാം. ഞങ്ങൾ ഇപ്പോൾ ബഹുമാനായ ശ്രീ നജീബ്, അദ്ദേഹം സാധാരണ ഒരു പ്രായത്തേക്കാൾ പക്വതയോടുകൂടി നിയമസഭയിൽ ഇടപെടുന്ന ഒരാളാണ്. നേരത്തെ പറഞ്ഞതിന്റെ ഒരു വിജയത്തിന്റെ ഭാഗമായി ഇന്നൊരു നില വിട്ടുപോയി. നിയമ വ്യവസായ കയർ വകുപ്പ് മന്ത്രി സർ, ഇവിടെ പല അംഗങ്ങളും പശുവിനെ കൊണ്ട് തെങ്ങുമ്മ കെട്ടുക പോലും ചെയ്തില്ല. അതിനു മുമ്പ് തന്നെ ഓലയെക്കുറിച്ചാണ് പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. ഈ വിഷയം വ്യവസായവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കൊന്നും അധികം കിടക്കാതെ എല്ലാ ദിവസവും ചില അജണ്ടകളുമായി വന്ന് അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് മാധ്യമ ശ്രദ്ധ നേടുന്ന പ്രത്യേകമായ ഒരു മനോരോഗം ബാധിച്ച ചില ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അങ്ങനെയൊക്കെയാണ് നേതൃത്വത്തിലേക്കും ഉയർന്നു വരിക എന്ന തെറ്റായ ചിന്ത അവരെ ഭരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ മറ്റു വശങ്ങളിലേക്ക് ഞാൻ പുറകെ പോകാം. ഇവിടെ ചില അംഗങ്ങൾ വ്യവസായ വകുപ്പിൻ്റെ പൊതുവായ കാര്യങ്ങളെക്കുറിച്ച് നല്ല രീതിയിൽ പരാമർശിച്ചിട്ടുണ്ട്. ചില വിമർശനങ്ങൾ വന്നിട്ടുണ്ട്, ചില ആവശ്യങ്ങൾ ഉയർന്നിട്ടുണ്ട്. അതിനോടെല്ലാം തന്നെ വളരെ ക്രിയാത്മകമായിട്ടാണ് സർക്കാർ പ്രതികരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരു കാര്യം നമ്മളെല്ലാവരും കാണേണ്ടത്, ഓരോന്നിലേക്കാൻ വരാം. കേരളത്തിൻ്റെ ഒരു പ്രത്യേകത മറ്റ് സംസ്ഥാനങ്ങൾ വ്യത്യസ്തമായി, ഇപ്പോൾ തമിഴ്നാട് എടുക്കാം, കർണാടക, ആന്ധ്ര, ഇവിടെ ചിലരെല്ലാം ഉദ്ധരിക്കേണ്ടായിരുന്നു. അവിടേക്ക് ഇത്ര നിക്ഷേപം വന്നില്ലേ? ബഹുമാനായ ശ്രീ ചാണ്ടിയുമ്മൻ, അദ്ദേഹം ഇപ്പോൾ സഭയിലില്ല. അവരെല്ലാം ഇവിടെ പറയുകയുണ്ടായി, ഇത്ര വന്നു, അവിടെ ഇത്ര വന്നു, ഇവിടെ വന്നിട്ടില്ല. എന്നാൽ അവിടെയും ഇവിടെയും തമ്മിലുള്ള ഒരു വ്യത്യാസം വന്നു വെച്ചാൽ കേരളത്തിൽ മാത്രമാണ് ഇവിടെ ഒന്നും വന്നില്ല എന്ന് സ്ഥാപിക്കുന്ന ഒരു പ്രതിപക്ഷമുള്ളത്. കേരളത്തിൽ മാത്രമാണ് ഇവിടെ വ്യവസായങ്ങളൊന്നും വരില്ല എന്ന് പ്രചരിപ്പിക്കുന്ന ഒരു വിഭാഗം മാധ്യമങ്ങളുമുള്ളത്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന മാറ്റങ്ങൾ അത് വ്യവസായ മേഖലയ്ക്കകത്ത് എങ്ങനെയൊക്കെ വരുന്നു, സംരംഭങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നു, വലിയ മാറ്റങ്ങൾ എങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മുടെ പരിമിതി എന്താണ്, നമ്മുടെ സാധ്യത എന്താണ്, ഇവരനുസരിച്ച് മനസ്സിലാക്കി നമുക്ക് ഒന്നിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് നിങ്ങളാകാം, ഞങ്ങളാകാം. കേരളത്തിന് ഒരു കുതിച്ചുചാട്ടത്തിനുള്ള വലിയ സാധ്യത ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അത് ഞങ്ങൾ ഇപ്പുറത്തിരിക്കുന്നതുകൊണ്ടല്ല, അല്ലെങ്കിൽ നിങ്ങൾ അപ്പുറത്തിരിക്കുന്നതുകൊണ്ടല്ല. ഇപ്പോൾ ലോകം മാറുന്നത് ഹൈടെക് മാനുഫാക്ചറിങ്ങിലേക്കാണ്. ഹൈടെക് മാനുഫാക്ചറിങ്ങിൻ്റെ പ്രധാനപ്പെട്ട സാധ്യത എവിടെയാണോ നോളേജ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു പരിസരമുള്ളത്, ഒരു ഇക്കോസിസ്റ്റം ഉള്ളത്, അവിടേക്കാണ് ഇൻഡസ്ട്രി മാറുന്നത്, മൂലധനം ഒഴുകുന്നത്. അല്ല നമ്മളിവിടെ നിന്ന് ഇരുകൈ മീറ്റിംഗ് വരാൻ പറഞ്ഞാൽ മൂലധനം വരില്ല, അല്ലെങ്കിൽ വേറെ ആളുകൾ പറഞ്ഞാലും വരില്ല. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ പുതിയ ടെക്നോളജി, AI അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ്, ബിഗ് ഡാറ്റ അനാലിസിസ്, ബ്ലോക്ക് ചെയിൻ ടെക്നോളജി, റോബോട്ടിക്സ്, ഇങ്ങനെയുള്ള പുതിയ മേഖലകൾ, അതിൻ്റെ മാനവ വിഭവശേഷിയുള്ള സംസ്ഥാനങ്ങളൊന്ന് കേരളമാണ്. അതുകൊണ്ടാണ് IBM ഇപ്പോൾ കേരളത്തിൽ വന്നല്ലോ. ഒരു വർഷത്തിനുള്ളിൽ 2000 ആളുകളെ റിക്രൂട്ട് ചെയ്തു. അതേപോലെ നിരവധി കമ്പനികൾ കേരളത്തിലേക്ക് വരുന്നു. ഇപ്പോൾ ബഹുമാനായ മുൻ മന്ത്രി കൂടിയായ ശ്രീ അഹമ്മദ് ദേവർകോവിൽ പറഞ്ഞു, കോഴിക്കോട് സൈബർ സ്പേസിൽ കുറേ കൂടി സ്ഥലം വേണം. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഞാൻ അവിടെ സന്ദർശിക്കുമ്പോൾ അവരുടെ ആവശ്യമെന്നുള്ളത് ഇവിടെ ഒരു ആങ്കർ ഇൻഡസ്ട്രി വേണം. ഇതിങ്ങനെ ശ്മശാനം പോലെ കിടക്കുകയാണ്, ഇവിടെ വ്യവസായം ഇല്ല. ഇപ്പോൾ പുച്ഛത്തോടു കൂടി ചിരിക്കുന്ന ആളുകൾക്കും അവിടെ പോയി നോക്കാം. അവിടെ പൂർണ്ണമായിട്ടും സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്.
അവരെല്ലാവരും കൂടി ഇവിടെ വന്ന് ആവശ്യപ്പെട്ടത് ഇനി സ്ഥലം വേണം. അതാണ് ബഹുമാനായ അംഗവും ഇവിടെ ആവശ്യപ്പെട്ടത്. നമ്മൾ KSIDCക്ക് നോർത്ത് സോണിന് വേണ്ടി, മലബാറിന്റെ വികസനത്തിന് വേണ്ടി പ്രത്യേകമായൊരു ഓഫീസ് കോഴിക്കോട് ആരംഭിച്ചു. 2006 എടുത്ത് പിന്നീട് മുന്നോട്ട് പോകാതിരുന്ന രാമനാട്ടുകര, അവിടെ നമ്മൾ STF ആരംഭിച്ച് മുഴുവനായിട്ട് അലോട്ട് ചെയ്തു. എല്ലാ സ്ഥലവും പോയി. കുറ്റ്യാടി എത്രയോ കാലമായിട്ടുള്ള നാളികേര പാർക്കാണ്, അവിടെ നമുക്കിപ്പോൾ പാർക്ക് വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുകൂടാതെ തന്നെ നമ്മളെ ഇത്തരം കാര്യങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യാതിരുന്നവർ ഉൾപ്പെടെ ഇപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള നിരവധി വാർത്തകൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിപ്പോൾ ഓരോ സ്ഥാപനങ്ങളിലും എത്രമാത്രം മൂലധനങ്ങൾ വന്നിട്ടുണ്ട്, ഏതെല്ലാം ഇൻഡസ്ട്രിയാണ് വന്നുകൊണ്ടിരിക്കുന്നതെല്ലാം നിരവധി വാർത്തകൾ ഈ ഘട്ടത്തിൽ വരികയുണ്ടായി. ഇപ്പോൾ D-Space ലോകോത്തര ജർമ്മൻ കമ്പനിയാണ്. അവർ തിരുവനന്തപുരത്ത് 1000-ലധികം സീറ്റിലാണ് ഇപ്പോൾ പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളത്. ബഹുമാനായ ഇപ്പോൾ ലോകസഭയിലേക്ക് പോയ പാലക്കാട്ടിലെ MLA ആയിരുന്ന അദ്ദേഹവും ഞാനും ഒന്നിച്ച് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത ശ്രീ പ്രഭാകരൻ MLA ഉണ്ടായിരുന്നു. അത്താച്ചി ഒരു NRI ആണ്. അവർ ഇവിടെ വന്ന് വലിയ രൂപത്തിൽ തന്നെ ഉൽപ്പാദനം ആരംഭിച്ചിട്ടുണ്ട്. ഭാരത് ബയോടെക് വാക്സിൻ ഘട്ടത്തിൽ നമ്മൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. അവർ നമ്മൾ ലൈഫ് സയൻസ് പാർക്കിൽ കൊണ്ടുവരാൻ ചർച്ച നടത്തി. ഇപ്പോൾ അവർ അങ്കമാലിയിൽ RCC ന്യൂട്ര ഫിൽസ് ഭക്ഷ്യ സംസ്കരണത്തിന്റെ പുതിയ സംവിധാനം നമ്മുടെ KSIDC പാർക്കിൽ അവിടെ അവർ ആരംഭിക്കുകയാണ്. ലോകോത്തര കമ്പനിയാണ്, ബാംഗ്ലൂർ കേന്ദ്രമായിട്ടുള്ളത്. ബഹുമാനായ പ്രതിപക്ഷ ഉപനേതാവും ഞാനും കൂടി ഒന്നിച്ച് പങ്കെടുത്ത ലീവേസ്, ഇവിടെ എൻ്റെ ബഹുമാന്യ സുഹൃത്ത് ശ്രീ ലത്തീഫ് പറഞ്ഞത് ഇവിടെ ഒന്നും നടക്കുന്നില്ല. ഞങ്ങൾ ഒന്നിച്ച് പങ്കെടുത്തപ്പോൾ മുസ്ലിം ലീഗിന്റെ തന്നെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് അദ്ദേഹം, അങ്ങ് കേട്ടതാണ്. ഇപ്പൊ മാറി വരുന്ന അന്തരീക്ഷത്തെക്കുറിച്ച് നിയമസഭയാകുമ്പോൾ ശ്രീ ലത്തീഫ് അദ്ദേഹത്തിന് ഇങ്ങനെയൊക്കെ പറയേണ്ടി വരും. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടൊരു മൂർച്ച വേണമല്ലോ. പ്രത്യേകിച്ചും ഇപ്പൊ നിങ്ങളൊന്ന് ജയിച്ച് നിൽക്കണോണ്ട് ഒന്നുകൂടി കടുപ്പിച്ച് പറയണമെന്നൊരു ഇതിലൊക്കെ തോന്നും. പക്ഷെ യാഥാർത്ഥ്യതല്ല. അദ്ദേഹം തന്നെ അവിടെ വലിയ സ്ഥാപനമാണ്, NRI ആണ്. NRI ആണ്. അപ്പൊ നിങ്ങളുടെ കൂടെയുള്ള ആളുകളുടെ സമ്മർദ്ദത്തിന്റെ ഭാഗമൊക്കെ ആയിട്ടായിരിക്കാം. അവര് വലിയ സ്ഥാപനമാണ്. ഇപ്പൊ ചെറിയ പ്രശ്നങ്ങൾ വരുന്നു. അപ്പൊ ഞങ്ങൾ ഒന്നിച്ചാണ് അത്തരം കാര്യങ്ങളിലെല്ലാം ഇടപെടുന്നത്. കാരണം അവിടെ സംരംഭം വരുന്നു, കേരളത്തിന് മാതൃകയായിട്ടുള്ള സംരംഭം വരുന്നു. ആസ്പോ ഗ്ലോബൽ ബിസ്ക്കറ്റ് നിർമ്മാണത്തിന്റെ പ്രധാനപ്പെട്ട കമ്പനിയാണ്. അവർ പ്രവർത്തനം ആരംഭിച്ചു. അവിഗ്ന ലോജിസ്റ്റിക്, അവരെനിക്ക് തോന്നുന്നു നമ്മുടെ ബഹുമാനായ അങ്കമാലി MLA പാറക്കടവിൽ തന്നെ വലിയ ലോജിസ്റ്റിക് പാർക്കാണ് പാറക്കടവ് പഞ്ചായത്തിൽ ആരംഭിക്കും. വലിയ പാർക്കാണ്. അതോടൊപ്പം തന്നെ ആലുവയിലെ പഴയ ടെക്സ്റ്റൈൽ മില്ലിൽ അവർ വലിയൊരു ലോജിസ്റ്റിക് പാർക്ക് ആരംഭിക്കുന്നുണ്ട്. റീറ്റെയിൽ രംഗത്ത് ബിൽടെക്, നെസ്റ്റോ ഗ്രൂപ്പ് അവിടെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ നമ്മൾ എല്ലാവരും ഒന്നിച്ചാണല്ലോ വയനാട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിച്ചത്. വെൻഷുവർ അമേരിക്കൻ കമ്പനിയാണ്. വലിയ തോതിൽ തന്നെ ഇപ്പോൾ കേരളത്തിൽ അവരുടെ പ്രവർത്തനം വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡിനിമിറ്റഡ് ടെക്നോളജി, അതിപ്പോൾ ഈ ജാക്കി ജാൻ്റെ സിനിമയുടെ എല്ലാം തന്നെ ഹോളോഗ്രാം ടെക്നോളജി എല്ലാം ഉപയോഗിച്ചിരുന്ന ആ സംവിധാനം, ഇറ്റലി കമ്പനി, അവരിപ്പോൾ കേരളത്തിൽ പ്രവർത്തനം ആരംഭിക്കുകയാണ്. മുരലിയ അറിയാവുന്നതാണ്, അവരുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നു. സഫ്രോൻ എയറോസ്പേസിലെ പ്രധാനപ്പെട്ട കമ്പനിയാണ്. അവർ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. നീറ്റ ജലാറ്റിൻ അവരുടെ പുതിയ എക്സ്പാൻഷൻ എറണാകുളത്ത് അതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഡയപ്പർ രംഗത്ത് ഇപ്പോൾ സ്വരാ ബേബി വളരെ പ്രധാനപ്പെട്ട ഫേമാണ്. നമുക്ക് റിഫൈനറിയിൽ നിന്നാണ് അതിൻ്റെ ഇപ്പോൾ അസംസ്കൃത വസ്തു വരുന്നത്. പെട്രോ കെമിക്കൽ പാർക്കിൽ അവരുടെ പ്രവർത്തനം വരികയാണ്. ഫ്രഞ്ച് ഫേമൾ TNP ഗ്ലോബൽ, അമേരിക്കയിൽ നിന്നുള്ള ബാബ്കോ ഗ്ലോബൽ, വിയറ്റ്നാമിൽ നിന്നുള്ള സ്റ്റീൽ മാനുഫാക്ചറിംഗ് കമ്പനി സോർട്ട അലാന ഗ്രൂപ്പ് ചേർത്തലയിലാണ്, അവിടെ ആലപ്പുഴ ജില്ലയിൽ അവരുടെ പുതിയ പ്രവർത്തനം. സ്റ്റീൽ ഹോം അപ്ലയൻസസിന്റെ ലോകോത്തര വിയറ്റ്നാം കമ്പനിയാണ്. അവർ മാനുഫാക്ചറിംഗ് യൂണിറ്റ് ആരംഭിക്കുകയാണ്. ഇങ്ങനെ വലിയ തോതിൽ തന്നെ നമുക്ക് നിക്ഷേപങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലിപ്പോ 1 ലക്ഷം സംരംഭങ്ങൾ നമ്മൾ പറഞ്ഞപ്പോൾ പല രീതിയിലുള്ള ആക്ഷേപമൊക്കെ ഉണ്ടെങ്കിലും 2,57,839 സംരംഭങ്ങൾ വന്നു. ഇതെല്ലാം ജിയോ ടാഗ് ചെയ്ത് മാപ്പ് ചെയ്തിട്ടുണ്ട്. എല്ലാ പഞ്ചായത്തിൻ്റെയും സംവിധാനം ഉൾപ്പെടെ ജിയോ ടാഗ് ഉപയോഗിച്ച് മാപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് തന്നെ അറിയാം ഏത് സ്ഥാപനം എവിടെയെന്നുള്ളത്. അതിൽ ഞങ്ങളിപ്പോൾ എല്ലായിടത്തും സർവേ നടത്തി. ആ സർവേയിൽ ഒരു 15% സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടലിൻ്റെ പ്രശ്നമുണ്ട്. 30% ആദ്യ വർഷം MSMEകൾ ഇന്ത്യയിലാകെ അടച്ചുപൂട്ടാനുള്ള റേറ്റ്, മോർട്ടാലിറ്റി റേറ്റ്. അത് 15-ലാണ് നിൽക്കുന്നത്. അതിൽ 400-ലധികം സ്ഥാപനങ്ങളെ ഈ സർവേയുടെ ഭാഗമായി നമുക്ക് പുനർജീവിപ്പിക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ ഇപ്പോൾ 50 കോടിക്ക് മുകളിൽ, അല്ല 10 കോടിക്കും 50 കോടിക്കും ഇടയിൽ ഈ 2 വർഷത്തിനുള്ളിൽ 98 സ്ഥാപനങ്ങൾ 2209 കോടിയുടെ
അവരുടെ പ്രവർത്തനം പൈപ്പ് ലൈനിലാണ്, പ്രൊഡക്ഷനിലേക്ക് വരികയാണ്. 50 കോടിക്ക് മുകളിൽ 35 സ്ഥാപനങ്ങൾ, 7388 കോടി 9 ലക്ഷത്തിൻ്റെത്. അങ്ങനെ 9598 കോടി KSIDC വഴി 10 കോടിക്ക് മുകളിൽ 100 കോടിക്ക് വരെയുള്ള സംരംഭങ്ങൾ ഇപ്പോൾ ഇപ്പൊ ഇവരെ ഞങ്ങളൊന്ന് പ്രത്യേകം വിളിക്കുന്നു, നിങ്ങളെ വിളിക്കാം. പ്രതിപക്ഷത്തെ ഞങ്ങൾ സംരംഭക സംഗമത്തിൽ പ്രതിപക്ഷ മേധാവിനെ വിളിച്ചാണ്, അദ്ദേഹം വന്നില്ല. അവരെ നമുക്ക് കേൾക്കാം. ഞങ്ങൾ ഇപ്പോൾ ബഹുമാനായ ശ്രീ നജീബ്, അദ്ദേഹം സാധാരണ ഒരു പ്രായത്തേക്കാൾ പക്വതയോടുകൂടി നിയമസഭയിൽ ഇടപെടുന്ന ഒരാളാണ്. നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു വിജയത്തിന്റെ ഭാഗമായി ഇന്നൊരു നില വിട്ടുപോയി. തുടക്കത്തിൽ റെയിലിൽ ശരിക്കും വന്നു, ഇടയ്ക്കൊന്ന് പാളം തെറ്റിപ്പോയി. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അത്തരം പ്രശ്നങ്ങൾ ഒടുവിൽ വരുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു ഭാഗം, സംരംഭകരെ നിങ്ങൾ കേൾക്കൂ, ഞങ്ങൾ എല്ലാ ജില്ലയിലും പോയി കേട്ടു. ഇതുകൂടാതെ എല്ലാ സെക്ടർ ബേസ് ഞാൻ തന്നെ കേട്ടു. അവരെന്താ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ ചട്ടങ്ങൾ മാറ്റി നിലപാടുകൾ സ്വീകരിച്ചു. അപ്പം ഇവിടെ 2 അഭിപ്രായം നമുക്ക് കേൾക്കാൻ കഴിഞ്ഞു. ബഹുമാനായ ശ്രീ അനൂപ് ജേക്കബ് പിറവം MLA അദ്ദേഹം പറഞ്ഞത്, ആ നിയമം മാറ്റണം. ഇപ്പോൾ ചെറിയ പ്രശ്നമുണ്ടായ പഞ്ചായത്തുകൾക്കൊന്നും അധികാരമില്ല, യഥേഷ്ടം തുടങ്ങുകയാണ്. ബഹുമാനായ നജീബ് പറഞ്ഞത്, പെരിന്തൽമണ്ണ അംഗം പറഞ്ഞത്, നിയമമുണ്ടെങ്കിൽ പരാതി വരുമ്പോൾ തന്നെ നിർത്തിവെക്കുക. 2 അഭിപ്രായം. നമുക്കിപ്പോൾ 50 കോടി രൂപ വരെയുള്ള നിക്ഷേപമാണെങ്കിൽ K-SWIFTന്റെ അക്നോളജ്മെന്റ് ഉപയോഗിച്ച് പ്രവർത്തനം ആരംഭിക്കാൻ കഴിയും. 3 വർഷത്തിന് കഴിഞ്ഞാൽ 6 മാസത്തിനുള്ളിൽ അംഗീകാരം നേടിയാൽ മതി. അതിനിടയിൽ ഒരു പ്രശ്നം ഉണ്ടായത്, പഞ്ചായത്തിന്റെ നമ്പർ കിട്ടാത്തതുകൊണ്ട് കണക്ഷൻ കിട്ടുന്നില്ല. അങ്ങനെയുള്ള സമരം ഇടയ്ക്ക് ലോകത്തിലാകെ വാർത്ത വന്നല്ലോ. എന്നാൽ ആ സമരം വരുന്നതിന് മുമ്പ് തന്നെ നമ്മളൊരു തീരുമാനം എടുത്തിരുന്നു. ഇതെല്ലാം പരാതികൾ കേട്ടിട്ട് അക്നോളജ്മെന്റ് നമ്പർ ടെമ്പററി ബിൽഡിംഗ് നമ്പറായിട്ട് പരിഗണിച്ച് ഇലക്ട്രിസിറ്റി കണക്ഷൻ മറ്റ് കണക്ഷനുകൾക്കുള്ള ടെമ്പററി നമ്പറായിട്ട് പരിഗണിക്കാൻ ചട്ടം ഭേദഗതി ചെയ്ത് നമ്മൾ നോട്ടിഫിക്കേഷൻ ഇറക്കി. ആ മാറ്റം വരുത്തി. 50 കോടിക്ക് മുകളിലാണെങ്കിൽ, MSMEക്ക് അപ്പുറത്ത് വരുന്ന ഇൻഡസ്ട്രി ആണെങ്കിൽ എല്ലാ രേഖകളോടുകൂടി അപേക്ഷ നൽകിയാൽ നമ്മൾ ഈ നിയമസഭ തന്നെ പാസ്സാക്കി 7 ദിവസത്തിനുള്ളിൽ കോമ്പോസിറ്റ് ലൈസൻസ് കൊടുക്കാം. നമുക്ക് ഒന്നിച്ചു വേണമെങ്കിൽ സംരംഭകരെ കേൾക്കാം, കേരളത്തിലെ സംരംഭകരെ. അവരൊരു മാറ്റവും ഉണ്ടായിട്ടില്ല ഈ 2 അല്ലെങ്കിൽ 8 വർഷം കൊണ്ട് എന്ന് അവർ പറയട്ടെ, നമുക്ക് ഒന്നിച്ച് കേൾക്കാം. നമ്മൾ ഒന്നിച്ചത് പ്രചരിപ്പിക്കേണ്ടത്. കേരളത്തിലെ മാറ്റം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ കാലത്തും വന്ന കമ്പനികളുണ്ട്, ഈ കാലത്തും വന്നതുണ്ട്. പക്ഷെ നമ്മൾ ലോകത്തിനോട് പറഞ്ഞിരുന്നത് ഒരു ചെറിയ പ്രശ്നം വന്നു, സമരം വന്നു, അത് ലോകാകെ അറിയും. ഇപ്പൊ വലിയ കമ്പനികൾ വന്നു, ഇത്രയും കമ്പനികൾ വന്നു. പലയിടത്തും നമ്മൾ സംസാരിക്കുമ്പോൾ അവർ ചോദിക്കും, ഇതൊക്കെ വന്നിട്ടുണ്ടോ ഇവിടെ? ആ സഫ്രാൻ ഇവിടെ വന്നോ? ഇത്തരം കാര്യങ്ങളാണ് അവർ സംസാരിക്കുന്നത്. പിന്നെ നമുക്ക് ബാംഗ്ലൂർ അല്ലെങ്കിൽ ആന്ധ്ര, തമിഴ്നാട് അതേപോലെ ഇവിടെ വന്നോ? ഗുജറാത്ത് പോലെ വന്നോ? ഗുജറാത്തിന്റെ ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. ആദ്യത്തെ മന്ത്രിസഭ രൂപീകരിച്ചപ്പോൾ ഒരു മന്ത്രി പറഞ്ഞില്ലേ, ഒരു തൊഴിലുണ്ടാക്കുന്നതിന് വേണ്ടി 3.68 കോടി രൂപയാണ് ഗുജറാത്തിൽ കൊടുത്തേക്കണേ. ഒരു തൊഴിലുണ്ടാക്കാൻ സെമി കണ്ടക്ടർ മേഖലയിൽ കൊടുത്തിട്ടുള്ള സബ്സിഡി ഇൻസെന്റീവ് കണക്കാക്കിക്കൊണ്ട് കർണാടകയിൽ നിന്ന് ഇപ്പോൾ മന്ത്രിസഭയിൽ വന്ന ആൾ പറഞ്ഞത് 3 കോടിയിലധികം രൂപ ഒരു തൊഴിലിന് വേണ്ടി ഇൻസെന്റീവ് കൊടുത്തേക്കാണ് കേന്ദ്ര ഗവൺമെന്റ്. നമുക്ക് അർഹമായത് നൽകുന്നില്ല, നമ്മളെ വായ്പ എടുക്കാൻ പോലും അനുവദിക്കുന്നില്ല, നമുക്ക് പ്രത്യേക സ്കീമുകളൊന്നുമില്ല. അപ്പോഴാണ് ഗുജറാത്തിൽ ഒരു എംപ്ലോയ്മെന്റ് ജനറേഷന് 3.68 കോടി കൊടുത്തു എന്ന് ഈ മോഡി 3ാം മന്ത്രിസഭയിലെ അംഗമായിട്ടുള്ള ശ്രീ കുമാരസ്വാമി തന്നെ പറഞ്ഞു. സമ്മർദ്ദം വന്നപ്പോൾ അദ്ദേഹം പിന്നെ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചതെന്നൊക്കെ പറഞ്ഞെങ്കിലും അത് പബ്ലിക് ഡൊമൈൻ ലഭ്യമാണ്. അപ്പോൾ ഇതിനിടയിൽ നിന്നിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്കൊരു 1000 ഏക്കർ കൊടുക്കാൻ പറഞ്ഞാൽ കേരളത്തിൽ സാധ്യമാവില്ല. എവിടെ നമ്മൾ കൊടുക്കുക? 1000 ഏക്കറിൽ 100 ഏക്കർ ഭൂമി നമ്മൾ ഏറ്റെടുക്കണമെങ്കിൽ ഒരു 500 പേരോട് സംസാരിക്കണം. തമിഴ്നാട്ടിലോ ആന്ധ്രയിലോ ഗുജറാത്തിലോ 1000 ഏക്കർ എടുക്കാൻ 2 പേരോട് സംസാരിച്ചാൽ മതി, അവരുടെ കയ്യിലാണ്. ലാൻഡിന്റെ വാല്യൂ വളരെ ഉയർന്നതാണ്. ഇത് നമ്മുടെ പരിമിതിയാണ്. അതുകൊണ്ടാണ് പുതിയ വ്യവസായ നയം 22 സെക്ടറുകൾ വെച്ച് ആ സെക്ടറുകൾക്കകത്ത് ഏതൊക്കെയാണ് നമുക്ക് ഹ്യൂമൻ റിസോഴ്സ്, ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സ്, അതാണ് നമ്മുടെ ശക്തി. അതിനനുസൃതമായിട്ടുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരു ഹൈടെക് മാനുഫാക്ചറിങ്ങിൽ നമുക്ക് വലിയ മുന്നേറ്റത്തിന് സാധ്യത ഇപ്പോൾ വന്നിട്ടുണ്ട്. ആ സാധ്യത ഉപയോഗപ്പെടുത്താനാണ് സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.